മനോഹരമായൊരു ഹജ്ജ് കാലം കൂടി പര്യവസാനിക്കുകയാണ്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് മടങ്ങൽ ആരംഭിക്കുകയാണ്. സൗദിയിൽ നിന്ന് മനോഹരമായൊരു ഹജ്ജ് കാലം പൂർത്തിയാകുമ്പോൾ വളരെ സന്തോഷമുള്ള, വളരെ പ്രതീക്ഷയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, വലിയ ആശങ്കയോടുകൂടിയായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് കാലത്തെ വ്യത്യസ്തരായ ആളുകൾ നോക്കിക്കണ്ടിരുന്നത്. അതിശക്തമായ ചൂടിന് 38 മുതൽ 42 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയ മരുഭൂമിയിൽ ഹാജിമാർ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്നൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. അറഫ നഗരിയിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളിൽ എങ്ങനെയാണ് അറഫ നഗരിയിൽ നിൽക്കുക എന്നൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. വലിയ തരത്തിൽ മരണത്തിൻ്റെ നിരക്കുണ്ടാകുമെന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 1300-ലധികം ആളുകൾ ചൂട് കാരണം ഹജ്ജിനിടെ മരിച്ചു വീണത് വാർത്തയായിരുന്നു. ഇത്തവണ ഏതു വിധേനയും മരണസംഖ്യ കുറയ്ക്കാൻ, മരണമില്ലാതിരിക്കാൻ സൗദി ഭരണകൂടം അതിതീവ്രമായ ശ്രമങ്ങൾ, അതിശക്തമായ സജ്ജീകരണങ്ങൾ, വ്യത്യസ്ത സേനാ വിഭാഗങ്ങളെ, ആധുനിക ടെക്നോളജികളെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒക്കെ ഉപയോഗപ്പെടുത്തി നടത്തിയതിൻ്റെ ഫലമായി വളരെ സന്തോഷകരമായ വാർത്തയാണ് ഹജ്ജ് കഴിയുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഹജ്ജിൽ മരണസംഖ്യയില്ല എന്നതാണ്. ചൂട് കാരണമോ അല്ലെങ്കിൽ കാണാതായോ തിരക്കിൽപ്പെട്ടോ ആരും തന്നെ ഹജ്ജിൽ മരിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രതീക്ഷയുണ്ടാക്കുന്ന വാർത്തയാണ്. അതേപോലെ തന്നെ കാണാതായി എന്ന് പറയുന്ന വാർത്തകൾ ഹജ്ജിൽ നിത്യമായി ഉണ്ടാകുന്നതാണ്. നിരന്തരമായി ഹജ്ജിൽ പങ്കെടുത്ത ആളുകളെ കാണാതാകുന്നു, നിരന്തരമായി ഹജ്ജിൽ പങ്കെടുത്ത ആളുകളെ സംഘം തിരിഞ്ഞു പോകുന്നൊക്കെ വാർത്തകൾ നിരന്തരമായി വരാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായില്ല എന്നത് വളരെ പ്രതീക്ഷാ നിർഭരമായ കാര്യമാണ്. അതിനേറ്റവും നന്ദി പറയേണ്ടത് നുസൂക്കിൻ്റെ ആപ്പിൽ ഏറ്റവും പുതിയ ടെക്നോളജികൾ സജ്ജീകരിച്ച് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും കാണാതായവരെ ട്രാക്ക് ചെയ്യാനും അവരുടെ ടെൻറ്റുകൾ കണ്ടെത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയതായാലും ഏതായാലും എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായി മരണങ്ങളില്ലാതെ, കാണാതാകലുകളില്ലാതെ വിശ്വാസികൾക്ക്, ഹാജിമാർക്ക് സൗകര്യങ്ങളുണ്ടായ ഒരു ഹജ്ജായിരുന്നു ഇത് എന്ന് നമ്മൾക്ക് പറഞ്ഞു വെക്കാം.